ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന +2 അതേപോലെ തന്നെ +1 പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ് ഈ വിളിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നത് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നിലവിൽ ഒന്നാമതായിട്ട് +2 പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാർച്ചിൽ പരീക്ഷ എഴുതിയ +2 വിദ്യാർത്ഥികളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് നിലവിൽ +2 പരീക്ഷാ റിസൾട്ട് മെയ് 21 പ്രഖ്യാപിക്കുന്നതായിട്ട് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ +2 പരീക്ഷയുടെ വാല്യുവേഷൻ മുഴുവനും പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട പ്രവൃത്തികൾ നടന്നു വരികയാണ്. കൂടാതെ മെയ് 14 ബോർഡിംഗ് മീറ്റ് കൂടി മെയ് 21 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുവാനാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നിലവിൽ നടന്നു വരികയാണ്. കൂടാതെ 4,13,559 വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ പരീക്ഷയ്ക്ക് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിലവിൽ ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി. ഒന്നാം വർഷ പരീക്ഷാഫലം നിലവിൽ ജൂൺ മാസമാണ് പ്രസിദ്ധീകരിക്കുക. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നേരത്തെ തന്നെ 9 പ്രസിദ്ധീകരിക്കുന്നവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ +1 പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതായത് ഇപ്പോഴത്തെ +2 വിദ്യാർത്ഥികളുടെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇനി അതോടൊപ്പം തന്നെ നിലവിൽ +1 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് ജൂൺ ഏകദേശം ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ പ്രസിദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ +2 പരീക്ഷാ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട +2 പരീക്ഷാ റിസൾട്ട് മെയ് 21 പ്രസിദ്ധീകരിക്കുവാനുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, +2 വിദ്യാർത്ഥികൾ റിസൾട്ട് വെയിറ്റ് ചെയ്യാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ കേരളത്തിലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും അതായത് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിഗ്രി ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളുടെ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ +2 വിദ്യാർത്ഥികൾ അത്തരത്തിലെ എല്ലാ അപേക്ഷകളും, അതായത് എല്ലാ എൻട്രൻസ് പരീക്ഷകൾക്കും കൃത്യമായിട്ട് അപേക്ഷ കൊടുത്ത് അതായത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പല കോഴ്സുകളിലെയും അഡ്മിഷൻ ഡേറ്റ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അപേക്ഷ കൊടുത്ത് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏറ്റവും സ്കോപ്പുള്ള കോഴ്സ് തന്നെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വിവിധ കോഴ്സുകളുടെ അഡ്മിഷൻ സംബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ പരമാവധി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ചാനൽ ഇതുവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഒരിക്കൽ കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ്. ശരി, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.